ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീറിനെ നിയമിച്ചു. ഇന്ത്യയുടെ 2 ലോകകപ്പ് വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ഗംഭീർ. അദ്ദേഹത്തിനെ കോച്ചായും ടീമിനെ വരുന്നതോടെ ടീമിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. ഈ ചെളി പുരണ്ട ജേഴ്സിക്ക് മഹത്തായൊരു ചരിത്രമുണ്ട്. പലരും മറന്നുപോകുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്ന ലോകകപ്പ് വിജയത്തിന്റെ ചരിത്രം. 2011 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ 97 റൺസുമായി ഗൗതം ഗംഭീറായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. സെഞ്ചുറിയേക്കാൾ ടീമിന്റെ നേട്ടത്തിന് പ്രാധാന്യം നൽകിയിട്ടും അതിനുള്ള അംഗീകാരം ഗംഭീറിന് കിട്ടിയില്ല. പലരെയും പോലെ അതിലെ സങ്കടവും അമർഷവും തുറന്നു പറയാൻ ഗംഭീർ ഒരിക്കലും മടിച്ചില്ല. ഒരു സിക്സ് അല്ല ഇന്ത്യയുടെ ലോകകപ്പ് വിജയമെന്ന ഗംഭീർ തുറന്നടിച്ചപ്പോൾ പലരും അതിനെ കുശുമ്പെന്ന മുദ്രകുത്തി പരിഹസിച്ചു. മാന്യന്മാരുടെ കളിയിലെ മുഖങ്ങളായി സച്ചിനും ദ്രാവിഡുമെല്ലാം നിറഞ്ഞുനിന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നും വ്യത്യസ്തനായിരുന്നു ഗംഭീർ. എതിരാളിയോടും സ്വന്തം ടീമംഗത്തോടും ഒരുപോലെ പോരടിച്ചു. ഷാഹിദ് അഫ്രീദിയോ വിരാട് കോഹ്ലിയോ ആരെതിരെ വന്നാലും ഗംഭീറിന് ഒരുപോലെ. 58 ടെസ്റ്റുകളിലും 147 ഏകദിനങ്ങളിലും 37 ട്വന്റി-20കളിലും ഇന്ത്യൻ കുപ്പായമണിഞ്ഞ ഗംഭീർ 10,000-ലധികം റൺസ് രാജ്യത്തിനായി നേടി. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ക്യാപ്റ്റനായി 2 കിരീടത്തിലേക്ക് നയിച്ച ഗംഭീർ ഇത്തവണ മെന്റർ റോളിലും നേട്ടം ആവർത്തിച്ചു. ഇതോടെയാണ് ഗംഭീറിന് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ ഇന്നിംഗ്സിന് വഴി തുറന്നത്. അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമാണ് ഗംഭീറിന് മുന്നിലെ പ്രധാന വെല്ലുവിളികൾ. കരിയറിൽ ഇതുവരെ ഒരു ടീമിന്റെയും കോച്ചായിട്ടില്ലെങ്കിലും ഗംഭീറിന്റെ ക്രിക്കറ്റ് നോളജിൽ ആർക്കും സംശയം വേണ്ട. സ്പോർട്സ് ഡെസ്ക് 24. എന്തായാലും ഗൗതം ഗംഭീറിന് എല്ലാവിധമായ ആശംസകൾ.